ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു വെറൈറ്റി റെസിപ്പീസ്. ഇന്നൊരു ഹെൽത്തി ഡ്രിങ്കാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതുപോലെ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ വൈകുന്നേരം വിശപ്പ് കെടാനും ദാഹം കെടാനും വളരെ നല്ലതാണ്. നോയമ്പ് കാലത്ത് ഇതൊരു ഗ്ലാസ് വൈകുന്നേരം കഴിക്കുകയാണെങ്കിൽ നമ്മളുടെ ക്ഷീണം മുഴുവനും പെട്ടെന്ന് മാറിക്കിട്ടും. നാരുകളാൽ സമ്പുഷ്ടമായ മധുരക്കിഴങ്ങാണ് ഇതിൻ്റെ മെയിൻ ചേരുവ. ഇതിൽ ചേർത്തിരിക്കുന്ന മറ്റ് ചേരുവകളും വളരെ പോഷക സമൃദ്ധമാണ്. അപ്പോൾ ഈ മധുരക്കിഴങ്ങ് ഷെയ്ക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. വേവിച്ച് തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കിയ മധുരക്കിഴങ്ങാണിത്. ഇത് 3 കഷ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊരു 150 ഗ്രാം ഉണ്ടാവും. കൈകൊണ്ട് ഉടച്ചാൽ ഉടയുന്ന പാകത്തിൽ വേവിച്ചെടുക്കണം. ഇനി മിക്സിയുടെ ഒരു ജാറിലേക്ക് ഈ വേവിച്ച മധുരക്കിഴങ്ങ് കൈകൊണ്ടൊന്ന് ഉടച്ച് ഇതിലേക്ക് ചേർക്കാം. മധുരക്കിഴങ്ങ് തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കി വെള്ളത്തിലിട്ട് വേവിച്ചതാണിത്. തിളച്ചു തുടങ്ങിയാൽ 7-8 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടും. നല്ല പെട്ടെന്ന് വേകുന്ന ഒരു കിഴങ്ങാണ് മധുരക്കിഴങ്ങ്. അങ്ങനെ എടുത്ത കിഴങ്ങാണ് ഞാനിപ്പോൾ 150 ഗ്രാം എടുത്തിരുന്നു. അത് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഒരു 5 കശുവണ്ടി വെള്ളത്തിലിട്ട് കുതിർത്തിയതാണ്. അത് ആ വെള്ളത്തോടൊപ്പം ഇതിലേക്ക് ചേർക്കാം. ഇനി ഒരു 3 ഡേറ്റ്സ് വെള്ളത്തിലിട്ട് കുതിർത്തിയതാണ്. ഞാനിത് നല്ല സോഫ്റ്റായിട്ടുള്ള ഡേറ്റ്സ് ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഹാർഡായിട്ടുള്ളതാണെങ്കിൽ നമ്മൾ കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുത്തിട്ട് ചേർക്കണം, അല്ലെങ്കിൽ അരഞ്ഞു കിട്ടില്ല. ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ആയതുകൊണ്ട് വേഗത്തിൽ അരഞ്ഞു കിട്ടും. എന്നാലും ഞാൻ കുറച്ച് നേരം വെള്ളത്തിലിട്ട് കുതിർത്തിയതാണ്. ഈന്തപ്പഴത്തിൻ്റെ കുരുവൊന്ന് മാറ്റിയതിന് ശേഷം ഒന്ന് നല്ലതുപോലെ ഉടച്ചെടുക്കാം. ഇനി ഇത് ഈ വെള്ളത്തോടൊപ്പം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കുതിരാൻ ഒഴിച്ച വെള്ളവും ഇതിലേക്ക് ഒഴിക്കണം. ഇതിലേക്ക് ഇനി കുറേശ്ശെ വെള്ളം ചേർത്ത് അരച്ചെടുക്കണം. ആദ്യം കുറച്ച് വെള്ളം ചേർത്ത് അരക്കണം. ഇതിലേക്ക് മറക്കാതെ ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർക്കണം. മധുരത്തിന് പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല. മധുരക്കിഴങ്ങിൻ്റെയും ഈന്തപ്പഴത്തിൻ്റെയും മധുരം കൊണ്ട് ഇതിന് ആവശ്യമായ മധുരം ഉണ്ടാവും. പിന്നെ കൂടുതൽ വേണ്ടവർക്ക് മാത്രം ചേർക്കാം. ഞാനിത് കുറേശ്ശെ വെള്ളം ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മളുടെ ലൂസ് എത്രമാത്രം വേണോ അതനുസരിച്ച് വെള്ളം ചേർത്ത് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ആ ഈന്തപ്പഴവും കശുവണ്ടിയും മധുരക്കിഴങ്ങും കൂടി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ജ്യൂസ് ഗ്ലാസ്സിലേക്ക് പകരാം. 2 ഗ്ലാസ്സിലായിട്ടാണ് ഞാൻ പകർന്നിരിക്കുന്നത് കേട്ടോ. 2 പേർക്കായിട്ട് കഴിക്കാനാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വീതം ചിയാ സീഡ് ചേർത്ത് കൊടുക്കാം. റോസ്റ്റ് ചെയ്തോ റോസ്റ്റ് ചെയ്യാത്തതോ നമുക്ക് ചേർക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വീതം മാതള നാരങ്ങയുടെ അല്ലിയും കൂടി ചേർത്ത് കൊടുക്കാം. ഷുഗർ പേഷ്യൻസിനൊക്കെ വളരെ നല്ലതാണ് ഈ മാതള നാരങ്ങ അല്പമായിട്ട് കഴിക്കുന്നത്. പിന്നെ അതുപോലെ ചിയാ സീഡും വളരെ ഹെൽത്തിയാണ്. നമ്മൾ ദിവസവും ഓരോ ടീസ്പൂൺ വീതം കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഒരുവിധം പ്രായമായി കഴിഞ്ഞാൽ നമ്മൾ പാല് കഴിക്കുന്നത് നല്ലതല്ല. അപ്പോൾ അതുകൊണ്ട് പാല് ചേർക്കാത്ത ഈ ജ്യൂസ് ഇതുപോലെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാം. ഒരു 5 കാഷ്യൂനട്ട് കുതിർത്തി ചേർത്താൽ നമുക്ക് പാല് ചേർക്കുന്നതിന് പകരമാകും. പാല് ചേർക്കുന്നതിലും ഹെൽത്തിയുമാണ് ടേസ്റ്റിയുമാണ്. പിന്നെ അതുപോലെ ഇതിലേക്ക് ബദാമും വേണമെങ്കിൽ നമുക്ക് കുതിർത്തി അരച്ച് ചേർക്കാവുന്നതാണ്. മധുരക്കിഴങ്ങിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. നമുക്ക് 3 നേരവും ഇതുപോലത്തെ ഒരു ജ്യൂസോ അല്ലെങ്കിൽ ഭക്ഷണമോ മധുരക്കിഴങ്ങ് കൊണ്ട് ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്